എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കടലമാവ് കൊണ്ടൊരു ദോശയുടെ റെസിപ്പിയാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. പെട്ടെന്ന് നമുക്ക് ഇത് തയ്യാറാക്കാൻ പറ്റും. ഇൻസ്റ്റൻ്റായിട്ട് മാവൊന്നും നേരത്തെ റെഡിയാക്കാതെ തന്നെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ദോശയാണ്. ഇതെങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 2 കപ്പ് കടലമാവാണ്. അതിട്ടിട്ട് ലേശം നമുക്ക് കായപ്പൊടി ഇടണം. കായപ്പൊടി ഒരു 1/2 സ്പൂണ്, 1/4 സ്പൂൺ തൊട്ട് 1/2 സ്പൂണോളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം 2 കപ്പ് കടലമാവിന്. പിന്നെ വേണ്ടത് ലേശം ഉപ്പ്, മാവിനാവശ്യമുള്ള ഉപ്പും, അതുപോലെ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർക്കണം. നമ്മൾ ഇനി പച്ചമുളകും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാനിതിപ്പോൾ ഒരു 1/2 സ്പൂണ് ആണ് മുളക് പൊടി ചേർത്തിട്ടുള്ളത്. പിന്നെ വെള്ളം ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മാവ് ഇതുപോലെ ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കണം. ഇതുപോലെ. പിന്നെ വേണ്ടത് 2 സവാള ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളതാണ്. പിന്നെ പച്ചമുളക്, ഞാനിപ്പോൾ 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് അത് കൂട്ടുക കുറയ്ക്കുക ചെയ്യാം. ഇത് മേലെ നമ്മൾ ദോശയുടെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഇനി സാധാരണ നമ്മൾ ദോശ ഒഴിച്ചെടുക്കുന്ന പോലെ തന്നെ ഒഴിച്ചെടുക്കുക. പാനിൽ ഇതുപോലെ ദോശ ഒഴിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ഉള്ളിയും പച്ചമുളകും നേരത്തെ അരിഞ്ഞു വെച്ചതുണ്ടല്ലോ, അത് ഉടനെ തന്നെ ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നാൽ അത് പെട്ടെന്ന് ഉള്ളിയും പച്ചമുളകും മൂത്ത് വരുള്ളൂ. അപ്പോൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമുക്കിതിന് മറിച്ചിടാനുള്ളതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ദോശ ഒന്ന് വെന്ത ശേഷം നമുക്കത് തിരിച്ചിട്ട് കൊടുക്കണം. നിങ്ങൾക്കിതിൽ വേണമെങ്കിൽ എക്സ്ട്രാ തക്കാളിയോ അല്ലെങ്കിൽ മല്ലിയില, പിന്നെ ഇഞ്ചി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും എല്ലാം ചേർത്ത് കൊടുക്കുക. ഞാനിതിപ്പോൾ ഉള്ളിയും പച്ചമുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ. കറിവേപ്പില വേണമെങ്കിലും ചേർക്കാം. ദോശ റെഡി ആയിട്ടുണ്ട് ഒരു സൈഡ്. നമുക്കിനി അതിന് മറിച്ചിട്ട് കൊടുക്കാം. ദോശ ആയിട്ടുണ്ട്. നമുക്കിത് ഗ്യാസ് ഓഫാക്കിയിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. തീർച്ചയായിട്ടും ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ അല്ലെങ്കിൽ ഒരു 4 മണി പലഹാരമായിട്ടോ നമുക്കിത് കഴിക്കാൻ പറ്റിയ റെസിപ്പി കൂടിയാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഇൻസ്റ്റൻറ്റ് ദോശയാണ്. സോസിൻ്റെ കൂടെയോ ചട്നിയുടെ കൂടെയോ ചമ്മന്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു നല്ല റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. എൻ്റെ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യാൻ മറക്കരുത്.